പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ. സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങി. മതി. ജീവനുള്ള പ്രത്യാശ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഇനി ആരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക, കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24, 26, 28 ഈ 3 വാക്യങ്ങളിലായി യേശുക്രിസ്തുവിൻ്റെ ത്രിവിധ പ്രത്യക്ഷതകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ പ്രത്യക്ഷത പരിശുദ്ധ ആത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന പദപ്രയോഗം ഒരു ഭൂതകാല ക്രിയയാണ്, അതൊരു കഴിഞ്ഞകാല സംഭവമാണ്. അത് കഴിഞ്ഞകാല സംഭവമെങ്കിൽ, ഭൂതകാല ക്രിയയെങ്കിൽ ഏതാണ് യേശുവിൻ്റെ ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ ഈ അഖിലാണ്ട ഗണാകത്തിൻ്റെ ഉടയവനും സൃഷ്ടാവും കാരണഭൂതനും നിയന്ത്രണാധാവുമായ മഹാദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഒരു ജഡശരീരത്തിൽ ഈ മണ്ണിൽ വെളിപ്പെട്ടതിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നു, യേശു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, യേശു എന്തിനായി ഇവിടെ പ്രത്യക്ഷനായത്? ഞാനും നിങ്ങളും ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നവരാ. വളർന്നു വരുന്നതനുസരിച്ചാണ് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അഭിലാഷങ്ങളും നമ്മിൽ ഉണ്ടാകുന്നത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്, കഠിനാധ്വാനമാണ് നമ്മുടെ ജീവിതമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ജനിക്കുന്നതിന് മുമ്പ് ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ ജനിച്ചവരല്ല. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നവരും ജനിച്ചു പോയതുകൊണ്ട് വളരുന്നതനുസരിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാകുകയും ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു പോയതുകൊണ്ട് ജീവിച്ച ആളല്ല. ജനിച്ച് ജീവിച്ചത് കൊണ്ട് ഉണ്ടായ സ്വപ്നങ്ങളൊക്കെ താല്പര്യപൂർവ്വം നിവർത്തിക്കാനുള്ള പരിശ്രമവുമായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. പിന്നെ യേശു ക്രിസ്തു വന്നതാണ്. ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ല എൻ്റെ പ്രമേയം. യേശു ക്രിസ്തു ഈ മണ്ണിൽ വെളിപ്പെട്ടതാണ്. എന്തിന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു, മണ്ണിൽ മനുഷ്യനായി വെളിപ്പെട്ടു? 1 തിമോഥെയോസ് 1:15 വായിക്കണ്ട, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞാൽ മതി. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്, അടുത്തത് അടിവരയിടേണ്ട പദമാണ്, വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. മാന്യ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു എന്നുള്ളത് ഒരനുമാനമല്ല, കെട്ടുകഥയല്ല, ഊഹാപോഹമല്ല, ഐതിഹ്യമല്ല. അത് ചരിത്ര യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണത്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത് അത് വിശ്വാസ്യമാണ്. കരമുയർത്തി പിടിച്ച് സ്തോത്രം ചെയ്ത് പറ, അത് വിശ്വാസ്യമാണ്, അതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ ക്രിസ്തു യേശു വന്നത്? പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപം എന്ന വിഷയം ഇന്ന് രാത്രി മുഴുവൻ നിന്ന് പ്രസംഗിച്ചാലും അത് അധിക പ്രസംഗമാകില്ലെന്നാണ് എൻ്റെ ചിന്ത.
എങ്കിലും എൻ്റെ ഈ വിഷയം നിങ്ങൾക്കൊന്ന് സുവ്യക്തമാകപ്പെടേണ്ടുന്നതിന് ലളിതമായി ഞാനത് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞാലേ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി എത്ര ഉന്നതമാണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. 2-3 വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കൂ. ദൈവത്തിന് സ്തോത്രം, വായിപ്പിക്കുകയുള്ളൂ. യിരെമ്യാ 17:1. മനുഷ്യൻ്റെ പാപം, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ പാപം, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉടയതമ്പുരാൻ അങ്ങനെ എവിടെയെങ്കിലും മനുഷ്യൻ്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്നാണോ ആശയമല്ല. അങ്ങനെ ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും മനുഷ്യൻ്റെ പാപമൊന്നും ദൈവം എഴുതി വച്ചിട്ടില്ല. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന് നാം അറിയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാ പദപ്രയോഗമാണ് ഇരുമ്പെഴുത്താണി വജ്രമുന. ആകട്ടെ, ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയാൽ വജ്രമുന കൊണ്ട് എഴുതിയാൽ എന്താ ഗുണം? 2 കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ വ്യക്തമാക്കാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ. പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. അദ്ദേഹം ദീർഘനാളുകൾ അസാധാരണമായ ശാരീരിക കഷ്ടങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ, സാമ്പത്തിക തകർച്ചയിലൂടെ പോയ ഭക്തനാണ്. ചിലപ്പോഴൊക്കെ തൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി മനസ്സ് മടുത്ത് ഹൃദയം ക്ഷീണിക്കുമ്പോൾ അദ്ദേഹം വൈകാരികമായി പൊട്ടിത്തെറിച്ചൊക്കെ പ്രതികരിക്കുമായിരുന്നു, നമ്മെപ്പോലെ തന്നെ. ഒരിക്കൽ തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി മനസ്സ് മടുത്ത ഭക്തൻ ഇങ്ങനെ പറയുന്നത്, ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 23-24 വാക്യങ്ങളാണ്. എൻ്റെ സങ്കടമെല്ലാം കൂടെ, എൻ്റെ ഈ വേദനയെല്ലാം കൂടെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഈയം കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ, ഈയം കൊണ്ടെഴുതിയാൽ അത് വല്ലപ്പോഴത്തേക്കിനുമുള്ളതല്ല, അത് സദാകാലത്തേക്കിനുമുള്ളതാണ്. അവിടെ ഒരു ഗൗരവമായ ചിന്ത ഞാൻ പറയുകയാണ്. മനുഷ്യൻ പലപ്പോഴും പാപത്തെ അതിൻ്റെ ഗൗരവത്തിൽ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ ലാഘവബുദ്ധിയോടെയാണ് പാപത്തെ സമീപിക്കുന്നത്. പണ്ടൊക്കെ, എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ, പണ്ടൊക്കെ നമുക്ക് സ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ സ്ലേറ്റിൽ കല്ല് പെൻസിൽ കൊണ്ടാണ് എഴുതിയിരുന്നത്. ഒരു ഫേവ മോളെ അമ്മ ആ നേഴ്സറി വിട്ടു. 3-4 മാസം കുഞ്ഞ് നേഴ്സറി പോയപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, മോളൊന്ന് ആയി എഴുതി കാണണം. അമ്മ പറഞ്ഞു, മോളെ പൊന്നുമോളെ ഭേവാമോളൊന്ന് ആയി എഴുതിക്കേ. കുഞ്ഞ് സ്ലേറ്റേൽ ഇങ്ങനെ കല്ല് പെൻസിൽ കൈകൊണ്ടിങ്ങനെ ഇറുക്കി പിടിച്ച് ആ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ആ എന്ന് പറഞ്ഞ് എഴുതി വരുമ്പോഴാണ് ആ അറിയാവുന്ന അമ്മയ്ക്ക് മനസ്സിലായത്, അങ്ങോട്ട് പോകരുത്, എൻ്റെ കൂടെ വരണം. കര ഉയർത്തി ഒരിക്കൽ കൊണ്ട് ആമേൻ എന്ന് പറയാം. ആ അറിയാവുന്ന അമ്മയ്ക്ക് മനസ്സിലായത് അത് അല്ല, വേറെ ഏതാണ്ടാണ്. അമ്മ ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ എൻ്റെ മോള്, പൊന്നുമോള്, ഭേബാമോള് 6 മാസം നേഴ്സറി പോയിട്ടും ആയി എഴുതാൻ പഠിച്ചില്ലേ. മുൻചുണ്ടിക്കാരി കുഞ്ഞിനുണ്ടോ അത് സഹിക്കുന്നു. അതാ കൈവെള്ളയിലോട്ട് അല്പം തുപ്പൽ തെറിപ്പിച്ചു. എന്നിട്ട് ആ സ്ലേറ്റേൽ എഴുതിയ തെറ്റിയ ആയുടെ പുറത്തുകൂടെ മെല്ലെ കൈ ഓടിച്ചു. സ്ലേറ്റെ കല്ല് പെൻസിൽ കൊണ്ട് എഴുതിയ തെറ്റിയ ആ തുപ്പലുകൊണ്ട് മായിച്ചു കളഞ്ഞു. മനുഷ്യൻ പാപത്തെ ഇതുപോലെ കാണുന്നത്. സ്ലേറ്റെ കല്ല് പെൻസിൽ കൊണ്ട് എഴുതി തുപ്പലുകൊണ്ടും മായിച്ചു കളയാം. പക്ഷെ പാപത്തെ അങ്ങനെ കാണരുത്, ലാഘവ ബുദ്ധിയോടെ കാണരുത്. പാപത്തെ ഗൗരവമായി കാണുന്നൊരു ദൈവം ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്
പാപത്തെ ഗൗരവത്തോടെ കണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ എനിക്ക് കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രിയരേ, പാപം കളിയല്ല, പാപം തമാശല്ല, പാപം നേരം പോക്കല്ല, പാപം സമയം കൊല്ലിയല്ല. പാപത്തെ ഗൗരവമായി കാണുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കൃപയുള്ള എത്ര പേർ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈയം കൊണ്ടെഴുതിയാൽ, ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ അത് വല്ലപ്പോഴത്തേക്കിനുമുള്ളതല്ല, സദാകാലത്തേക്കിനുമുള്ളതാണ്. മറ്റൊരു ഉദാഹരണം തിരുവെഴുത്തിൽ നിന്ന് പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: അശൂർ രാജാവായ സാർഗോൺ, അതായത് അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. വേദപുസ്തകത്തിൽ അല്ലാതെ ലോക ചരിത്രത്തിലോ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി ഒരു കാലത്ത് യാതൊരു തെളിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകരും വിജ്ഞാനകോശത്തിൻ്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ തെറ്റില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. യെശയ്യാ 20:1 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, അശൂരിനെ ഒട്ടും ഭരിച്ചിട്ടുമില്ല. ജനിക്കാത്ത, ജീവിക്കാത്ത, ഭരിക്കാത്ത ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണ്. എൻസൈക്ലോപീഡിയ പോലും ഒരു കാലത്ത് വേദപുസ്തകത്തിൽ പിശകുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത് ഒരു തെളിവായി രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ AD 1482 പോൾ എമ്മയിൽ ബോട്ട എന്ന് പറയുന്നൊരു ഭൂഗർഭ ഗവേഷകൻ അശൂരിൻ്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഭൂഗർഭ ഗവേഷണം നടത്തി. അങ്ങനെ ഉത്ഖനനം നടത്തി ചെല്ലുമ്പോൾ ധാരാളം ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ആ ശിലാഫലകങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടനവധി പേരുകളുടെ ഇടയിൽ അശൂർ രാജാവായ സാർഗോണിൻ്റെ പേരും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സാർഗോണെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്രലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 20:1 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു എന്ന്. അടുത്ത എഡിഷനിൽ എൻസൈക്ലോപീഡിയ ഇങ്ങനെ രേഖപ്പെടുത്തി: ഞങ്ങൾക്കാണ് പിശക് സംഭവിച്ചത്, വേദപുസ്തകത്തിനല്ല. വേദപുസ്തകത്തിൽ തെറ്റുണ്ട് എന്നതിന് തെളിവായി അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയതിൽ ഞങ്ങൾ ഖേദം രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തൽ ആത്മാഭിമാനത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പ്രിയരേ, നാം ജീവിക്കുന്ന കാലഘട്ടം വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടമാണ്. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ മനുഷ്യ മസ്തിഷ്കം ഇവിടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു: ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോറെത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിൻ്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നീ നിന്റെ വരുതിയിൽ നിർത്തിയാലും, നാളിതുവരെ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാതെ ഇരുന്നതും, ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഏക വിശ്വാസ പ്രഖ്യാപന രേഖ അതിവിശുദ്ധ വേദപുസ്തകമെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന അഭിമാനത്തോടും നന്ദിയോടും ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപയുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാൻ. എന്തിനാ ഞാൻ ആ ഉദാഹരണം ഇവിടെ എടുത്തുദ്ധരിച്ചത്? ഇവിടെ എടുത്തുദ്ധരിക്കാൻ കാരണം, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും മാഞ്ഞുപോയില്ല.
എന്താ മാഞ്ഞു പോകാഞ്ഞേ? അത് ഇരുമ്പഴുത്താണി കൊണ്ടെഴുതി, അത് വജ്രമുന കൊണ്ടെഴുതി. ഇരുമ്പഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകില്ല, തീയിൽ കൊണ്ടിട്ടാലും മാഞ്ഞു പോകില്ല. അപ്പം മനുഷ്യ, നിന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ലളിതമായി ഇത്രയുള്ളൂ. നിന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും നിനക്ക് മായിച്ചു കളയാൻ പറ്റുന്നതല്ല. പാപത്തിന്റെ കനത്ത കറ അത് കഴുകി കളയാൻ ഗൗരവമായൊരു രക്ഷാകര പദ്ധതി ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കി. അത് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അത് പറയുന്നതാ സുവിശേഷം. അത് പറഞ്ഞാലേ അത് സുവിശേഷമാകുകയുള്ളൂ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഹൃദയം തുറന്ന് അതിനാമേം പറയാൻ കഴിയും? രണ്ടാമത്തെ ചോദ്യം ആകട്ടെ, യേശുക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത, യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ പാപപരിഹാരം, രക്ഷ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? നിങ്ങൾ പറയുന്ന യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ട, ആ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി എന്ന് പറയുന്ന പാപപരിഹാരത്തെ എനിക്ക് വേണ്ട, അങ്ങനെ പറയാൻ ആർക്കെങ്കിലും അർഹതയുണ്ടോ? അല്ലേ? അതൊരു ന്യായമായ ചോദ്യമല്ലേ? ആ ന്യായയുക്തമായൊരു മറുപടി കൂടെ അതിന് പറയണ്ടേ? 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ പാടുകയാണ്: അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞാൻ തെല്ല് ഭയത്തോടെ ഇവിടെ നിന്ന് പറയുന്നു, ക്രിസ്റ്റഫർ ഫാസ്റ്റ് പറഞ്ഞതുപോലെ, ഞാൻ കാണാതെ വണ്ണം പാപം മറച്ചു വെക്കാൻ, ഒളിഞ്ഞിരിപ്പാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഭാര്യയെ കബളിപ്പിക്കാം, ഭർത്താവിനെ വഞ്ചിക്കാം, മക്കളെ മറയ്ക്കാം, മാതാപിതാക്കളെ ഒളിപ്പിക്കാം, നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും പണം കൊണ്ടും കാപട്യം കൊണ്ടും വളഞ്ഞ വഴി കൊണ്ടും ദൈവത്തിന് സ്തോത്രം പലതും നമുക്ക് ഒളിപ്പിക്കാം. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തെ മറച്ചും ഒളിച്ചും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ ഭക്തൻ പാടുന്നത്? അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ. ആരായി പറയുന്നത്? മോശയാ പറയുന്നത്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാ പറയുന്നത്. എന്താ പറയുന്നത്? അവരുടെ അകൃത്യങ്ങളെ എന്നല്ല, അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, എൻ്റെയും ജനത്തിൻ്റെയും ഉൾപ്പെടെ ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. മോശെപ്പോലൊരു മനുഷ്യന് പാപബോധം തോന്നുക എന്നുള്ളത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാ മോശ? മോശ ആരാന്ന് 3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ആ ദൈവ മനുഷ്യൻ മിസ്രൈമിൽ നിന്ന് കനാനെ ലക്ഷ്യമാക്കി ലക്ഷക്കണക്കിന് ജനവുമായി യാത്ര ചെയ്യുകയാണ്. പക്ഷെ മാർഗ തടസ്സമായി ചെങ്കടൽ മുമ്പിൽ ഒഴുകുന്നു. അദ്ദേഹത്തിന് മുമ്പാരും വടി നീട്ടി കൈ നീട്ടി കടൽ പിളർത്തിയതായി അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ആ ദൈവ മനുഷ്യൻ വിശ്വാസത്താൽ കൈ നീട്ടിയപ്പോൾ, വടി നീട്ടിയപ്പോൾ കടൽ 2ആയി പിരിഞ്ഞു മാറി. എങ്ങനെ ചെങ്കടൽ 2ആയി വിഭാഗം
വിഭാഗിക്കപ്പെട്ടത് മോശയുടെ കൈയുടെ ശക്തി കൊണ്ടാണോ, വടിയുടെ അധികാരം കൊണ്ടാണോ? ഇത് രണ്ടുകൊണ്ടുമല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചത്? യെശയ്യാ 63 അതിൻ്റെ മറുപടി കിടപ്പുണ്ട്. മോശ തൻ്റെ ബലഹീന കരം ആ കടലിനു മീതെ നീട്ടിപ്പിടിച്ചപ്പോൾ മറ്റൊരു കരം ആ കരത്തിനു മുകളിൽ വന്നു നിന്നു. ഏത് കരം? ആകാശത്തെ വിരിച്ച, ഭൂമിക്ക് അടിസ്ഥാനമിട്ട, തൻ്റെ അഭിഷക്തനോട് മുൻപോട്ട് പോകാൻ പറഞ്ഞവന്റെ കരം. ആ ബലഹീന കരത്തിനു മുമ്പിൽ വന്നു നിന്നപ്പോ ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അധികാരത്തോടെ വിളിച്ചു പറയുന്നു, കൃത്യവും വ്യക്തവുമായ ദൈവിക നിയോഗത്തിന് ചുവട് വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്ന് നിന്ന് വെല്ലുവിളിക്കുന്ന നിമിത്തം വച്ചകാല് പിറകോട്ട് വെച്ചാലോ, ദൈവിക നിയോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടിയാലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ദൈവം തന്ന നിയോഗം ഇട്ടെറിഞ്ഞു വെച്ച് പോകരുത്. ദൈവം കൈമാറിയ നിയോഗത്തിൽ ഉറച്ചു നിൽക്ക്. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ സർവശക്തൻ ഇടപെടുന്നത് താങ്കളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഇന്ന് രാത്രി കർത്താവ് ഉറപ്പു തരുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സ്വോത്രം, 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 സ്വോത്രം. സങ്കീർത്തനത്തിൽ അതിനെ കാവ്യാത്മകമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സമുദ്രം കണ്ട് ഓടി. ഒരു നല്ല ആമേൻ എന്ന് പറ. സമുദ്രം വെറുതെ ഓടിയതല്ല, സമുദ്രം രണ്ടായി വെറുതെ വിഭാഗിക്കപ്പെട്ടതല്ല, സമുദ്രം കണ്ടോടിയതാണ്. എന്ത് കണ്ടിട്ടാ ഓടിയത്? മോശയുടെ കരം കണ്ടിട്ടല്ല, മോശയുടെ വടി കണ്ടിട്ടുമല്ല. പക്ഷെ മോശയുടെ ബലഹീന കരത്തിനു മുകളിൽ മറ്റൊരു കരം വന്നു പതിച്ചു. ആ കരം കണ്ടിട്ട് സമുദ്രം ഓടി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന ശക്തികൾ കാണുക, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കരമുണ്ട്. അത് ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവത്തിന്റെ കരമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ചിലരുടെ നിയോഗത്തിനെതിരെ, മിനിസ്ട്രിക്കെതിരെ, ദൈവം കൈമാറിയ ദർശനത്തിനെതിരെ ഈ രാത്രി മാർഗ തടസ്സമായി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ വചനത്താൽ ഈ രാത്രി വിട്ടുമാറുന്നത് ആത്മാവെനിക്ക് മനസ്സിലാക്കി തരുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ ആത്മാവിൽ നിയോഗമുള്ള ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുകയാണ്. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. പുക പതറുന്നത് പോലെ, മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി ചില പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറിപ്പോകുന്ന രാത്രിയായി മാറട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ, വചനം അത് ചെയ്യട്ടെ. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. അപ്പൊ തനിക്ക് മുമ്പ് മറ്റാരും ചെയ്തിട്ടില്ലാത്തൊരു അത്ഭുതം ചെയ്ത മനുഷ്യനാണ് മോശ. ആരാ മോശ? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ പെങ്ങളും മറ്റും ചില കമൻസ് പാസ്സാക്കി. ഞാനായിരുന്നു മോശയുടെ സ്ഥാനത്തെങ്കിൽ ഓടി ദൈവസന്നിധി ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, 30 ലക്ഷം ജനത്തിൻ്റെ നേതാവാണ് ഞാൻ. എൻ്റെ കൂടപ്പിറപ്പുകൾക്കൊന്നും ആ ബോധ്യമില്ലാതെ പോയാൽ അവരെൻ്റെ വീട്ടിൽ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. നാളെ നാട്ടുകാരുടെ വിഷയം തീർക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ അവർ പറയും സ്വന്തം വീട്ടിലെ പ്രശ്നം തീർത്തിട്ട് ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് അവരെൻ്റെ മിനിസ്ട്രിയെ കരിവാരി തേക്കുകയാണ്. ഞാൻ എങ്ങനെ ഇനി മനുഷ്യനെ അഭിമുഖീകരിക്കും? ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടല്ലാതെ ഇനി ഞാൻ വെള്ളം കുടിക്കുകയില്ലെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ ഉപവസിച്ചേനെ, പ്രാർത്ഥിച്ചേനെ, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടേനെ. പക്ഷെ മോശ കരഞ്ഞില്ല, മോശ പ്രാർത്ഥിച്ചില്ല, മോശ ഉപവസിച്ചില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടുമില്ല.
പക്ഷെ മോശ ആവശ്യപ്പെടാതെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചു, ചില വിഷയങ്ങളിൽ അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ താങ്കളുടെ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ ഒരു ദൈവിക നടപടി ഉണ്ടാകുമെന്ന്, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി വചനത്തിന്റെ ഉറപ്പ് കൈമാറുകയാണ്. ദൈവം മിര്യാമിനെ ശിക്ഷിച്ചു. അവള് കുഷ്ഠരോഗിയായിപ്പോയി. പാളയത്തിന് പുറത്ത് 7 ദിവസം ആക്കിയേക്കാൻ പറഞ്ഞു. മോശ ഉറക്ക നിലവിളിച്ചെന്ന്. ദൈവമേ അവളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു മോശ ഉറക്ക നിലവിളിച്ചു. പക്ഷെ മോശയുടെ വക്കാലത്തൊന്നും ദൈവം ഏറ്റെടുത്തില്ല. ശിക്ഷിച്ചത് ശിക്ഷിച്ചു, പാളയത്തിന് പുറത്താക്കിയേക്ക്. സ്വന്തം കൂടപ്പിറപ്പ് ആ ദൈവമനുഷ്യൻ്റെ ഭാര്യയ്ക്കെതിരെ കമൻസ് പാസ്സാക്കിയപ്പോൾ അവളെ ശിക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭക്തനോടുള്ള തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാ നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്തിനാ നിരാശ, എന്തിനാ ആകുലത, എന്തിനാ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ? ഇന്ന് രാത്രി നിരാശയുടെ കടുങ്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്തോത്രം ചെയ്ത് പറ, മറ്റാരേക്കാൾ എന്നെക്കുറിച്ച് കരുതലുള്ള, എന്നെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. സങ്കടം മറന്ന് സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരേ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിനോട് ദൈവം പറഞ്ഞതുപോലെ, ദൈവപുരുഷ ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവം ചിലരോട് പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്ന് രാത്രി നിനക്കൊരു ദൈവമുണ്ട്, നീ അത് മറക്കരുത്. അതരന്നൊരു ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ആ മനുഷ്യനാണ് മോശ. ഇനി ആരാ മോശ? മൂന്നാമത്തെ ഒരു ചിന്ത. മരുഭൂമിയിലൂടെ ഇവിടെ യാത്ര ചെയ്ത് വരികയാണ്. കോരഹന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു 250 പേരെ ഒരു പ്രത്യേക ഗ്രൂപ്പായി. മോശ അറിയാതെ മോശയ്ക്കെതിരെ കമ്മിറ്റി കൂടി പ്രമേയം പാസ്സാക്കി ഒരു പുതിയ നേതാവിനെയൊക്കെ തിരഞ്ഞെടുത്തൊരു മടങ്ങിപ്പോക്കിനുള്ള തയ്യാറെടുപ്പിലാണ്. അന്നത്തെ കാലത്തെ പ്രത്യേകത, മരിച്ചവർ മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് അന്നുണ്ടായിരുന്നത്. കുമ്മളിയിലും കുമ്പനാട്ടും, തിരുവനന്തപുരത്തും വട്ടപ്പാറയിലും, കേശവദാസപുരത്തും നാലാഞ്ചിറയിലും, വെഞ്ഞാറമൂട്ടിലും കിളിമാനൂരും. ഒന്ന് സ്വോത്രം ചെയ്ത് വന്നേ. പണ്ടൊക്കെ മരിച്ചവർ മരിച്ചവരെ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആരും മരിച്ചിട്ട് കുഴി വെട്ടാൻ പോകണ്ട, കുഴി റെഡിയാണ് അല്ലേ? പക്ഷെ പണ്ട് അങ്ങനല്ല. പണ്ട് മരിച്ചവർ മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുഴി വെട്ടടക്കുക. പക്ഷെ മോശയ്ക്കെതിരെ നിന്ന കോരഹം കൂട്ടരും മരിച്ചില്ല. മരിച്ചിട്ട് ജീവിച്ചിരുന്നവരാരും അവർക്ക് കുഴി വെട്ടിയുമില്ല. അവർ ജീവനോടെ ഇരിക്കെ തന്നെ ഭൂമി തന്നെ ശവക്കുഴി തുറന്ന് അവരെ ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. തൻ്റെ ഭക്തനെതിരെ രഹസ്യ കരുനീക്കങ്ങൾ നടത്തിയവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാത്ത നിലയിൽ ശിക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭക്തനോടുള്ള നീതി എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാണ് ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദോഷത്തിന് പകരം ദോഷങ്ങളും ശകാരങ്ങൾക്ക് പകരം ശകാരങ്ങളും തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നിങ്ങളുടെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി വചനം നമ്മോട് സംസാരിക്കുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? ആ മനുഷ്യനാണ് മോശ.
അദ്ദേഹമാണ് പറയുന്നത്, അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങളുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമുക്ക് മോശയോട് ചോദിക്കാം, മോശേ, താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? മോശ പറയും, എനിക്ക് പാപബോധം തോന്നുന്നുണ്ട്. എന്താ തോന്നാൻ കാരണം? 90-ാം സങ്കീർത്തനം മോശ എഴുതുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അഹരോൻ മരിച്ചു. അഹരോൻ്റെ മൃതശരീരം ആ ശവമഞ്ചത്തിനകത്ത് വെട്ടിയിട്ടൊരു മരക്കഷണം പോലെ കിടക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ആ മോശ ഒരു കാര്യം ഓർക്കുന്നത്, ഏത്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ ആളും മോശയാണ്. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി വരുമ്പോൾ ആദിയിൽ ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന, ഏത് കൽപ്പന? നീ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന പിൽക്കാലത്ത് പുസ്തകത്തിൽ എഴുതിയ ആള് മോശയാണ്. പക്ഷെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതുമ്പോൾ മരണം എത്ര ഭയാനകമാണെന്ന്, വേർപാട് എത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് പിടികിട്ടിയില്ല. എഴുതിയപ്പോൾ അങ്ങ് എഴുതി. എന്നാൽ ജ്യേഷ്ഠ സഹോദരൻ്റെ നിർജീവമായ ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് മരണമെത്ര ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് പിടികിട്ടിയത്. എൻ്റെ ജ്യേഷ്ഠന് കിടപ്പ് കിടക്കാൻ കാരണം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപി ആയതുകൊണ്ടാണ് അവൻ മരിക്കേണ്ടി വന്നത്. ഇന്നിവനാണ് ഇതുപോലെ കിടക്കുന്നതെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഞാനും ഇങ്ങനെ കിടക്കേണ്ടി വരും. ഇങ്ങനെ കിടക്കേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പാപിയാണെന്നാണ്. ഇന്ന് രാത്രി എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണ്ട, യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ വേണ്ട, പാപപരിഹാരം വേണ്ട. വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കണം. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിസ്സഹായയായി വിധേയപ്പെട്ടു കൊടുക്കേണ്ടുന്ന വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാപിയാണെന്നാണ്. പാപി ആയതുകൊണ്ടാണ് മരിക്കേണ്ടി വരുന്നത്. തിരുവെഴുത്ത് പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകലരിലും പരന്നിരിക്കുകയാണ്. എല്ലാവരും പാപികളായതുകൊണ്ടാണ് എല്ലാവരും മരിക്കേണ്ടി വരുന്നത്. എല്ലാവരും മരിക്കേണ്ടി വരുന്നെങ്കിൽ, എല്ലാവരും പാപികളാണെങ്കിൽ, മരണത്തിന് വിധിക്കപ്പെട്ട പാപിയായ മനുഷ്യ, നിനക്ക് പാപത്തിന് പരിഹാരം ഒന്നല്ലാതെ മറ്റൊന്നില്ല. ആ ഏക പാപ പരിഹാര മാർഗം അസന്നിഗ്ധമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നോട് ചേർന്ന് ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമോ, കരമുയർത്തി സ്തോത്രം ചെയ്തു പറ, യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. അടുത്ത 2 ചിന്തകൾ കൂടെ പറഞ്ഞ് സ്തോത്ര കാഴ്ചയ്ക്കുള്ള സമയം ഞാൻ തരാം. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് എങ്ങനെയാണ് പാപപരിഹാരം ഒരുക്കിയത്? 2 കൊരിന്ത്യർ ലേഖനം, ആ വാക്യം ഒന്ന് വായിച്ചോളെ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഒരു നല്ല ആമേനെന്ന് പറയാമോ? ഈ ഓഡിറ്റോറിയത്തിനകത്ത് മാത്രമല്ല, വെളിയിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് സുവ്യക്തമാകപ്പെടേണ്ടുന്നതിന് ഞാനതൊന്ന് വ്യക്തമാക്കാം. പ്രിയരേ, 4-ാം ലോകിക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെ നല്ല അംശങ്ങൾ കൂടി ഒപ്പിയെടുത്താണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പികളൊക്കെ വിഭാവന ചെയ്തൊരു യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമുണ്ട്. അതിങ്ങനെയാണ്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ചില പ്രമാദമായ കേസുകളിലൊക്കെ നമ്മൾ ആവലോടെ കാത്തിരിക്കും. ആ കുറ്റവാളിക്ക് കനത്ത ശിക്ഷ കൊടുക്കണം. ഇനി ഒരിക്കലും ആരും ആ തെറ്റ് ആവർത്തിക്കാത്ത നിലയിൽ സമൂഹത്തിന് കനത്ത ഒരു മുന്നറിയിപ്പ് കൊടുക്കത്തക്ക നിലയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ കോടതിയുടെ വിധി വരുമ്പോൾ ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ പറയുക: വെറുതെ വിട്ടിരിക്കുന്നു. വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാർമ്മിക രോക്ഷമുയരും. നമ്മൾ പലതും പറയും. നിയമം കൊണ്ട്, നിയമവാഴ്ച കൂടെ ഇങ്ങനെ ഇല്ലാതെ പോയാൽ, നിയമം കൂടെ, ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ കൂടി ഇങ്ങനെ പെരുമാറിയാൽ മനുഷ്യൻ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താ അങ്ങനെ നീതിന്യായ വ്യവസ്ഥ വെറുതെ വിടാൻ കാരണം? ഒരാൾ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വരണം കേട്ടോ, ഒരാൾ 100% കുറ്റവാളി എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് അവരെ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 99% കുറ്റവാളി എന്ന് ബോധ്യമുണ്ടായിരിക്കട്ടെ, എന്നാൽ 1% തെളിവിൻ്റെ ഇന്ന അഭാവം, ഇന്ന കാര്യം കൊണ്ട് കുറ്റവാളിയാണോ എന്നൊരു നേരിയ സംശയം. നീതി പറയുന്നത് എന്താണെന്നറിയാമോ? ഭരണഘടന പറയുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു നേരിയ സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടോണം, ശിക്ഷിക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുക: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ. എല്ലാവരും ഒന്ന് ആമേൻ പറഞ്ഞതിനോട് വന്നേ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കാരണം നിരപരാധിക്ക് അത്ര സംരക്ഷണമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചു കൊടുക്കുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, അത് റോമൻ ഭരണകാലത്ത് തുടങ്ങിയതാണ്. ഭരണഘടനയിൽ അതുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച പിന്നീട് നമ്മുടെ ഇടയിലൊക്കെ അത് വന്നത്. അങ്ങനാണെങ്കിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന കർക്കശ നിയമമുള്ള റോമൻ ഭരണകാലത്ത് ആ നീതി വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിസ്താരത്തിന് കൊണ്ടുവരികയാണ്. ബാക്കിയെല്ലാം ഞാനങ്ങ് നിർത്തുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ, റോമൻ ഗവർണറായ പീലാത്തോസ് മുമ്പിൽ യേശുവിനെ വിസ്താരത്തിന് കൊണ്ടുവരികയാണ്. തിരിച്ചും മറിച്ചും തിരിച്ചും പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചിട്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു: ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു: യേശു ക്രിസ്തു നിരപരാധി, യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തതാ ന്യായാധിപൻ എന്താ ചെയ്യേണ്ടത്? ഇദ്ദേഹം നിരപരാധിയായതുകൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു, അല്ലേ? അതല്ലേ നീതിബോധ ശബ്ദമായി അവിടെ മുഴങ്ങണ്ട ശബ്ദം, വിധി. പക്ഷേ ലോക ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു വിധി അവിടെ നടന്നത്. പീലാത്തോസ് പറയുക: യേശു നിരപരാധിയാ, യേശു കുറ്റം ചെയ്തിട്ടില്ല. പലപ്പോഴും അത് വായിക്കുമ്പോൾ എൻ്റെ കണ്ണും നനയും കേട്ടോ. ഇനി ആ ന്യായാധിപൻ യേശുവിനെ ശിക്ഷിക്കണമെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ശിക്ഷിക്കുമ്പോഴും നിരപരാധി എന്ന് പറഞ്ഞിട്ടാണോ ശിക്ഷിക്കേണ്ടത്? മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഇന്ന തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നു എന്ന് പറയണ്ടേ? ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ട് ക്രൂശിക്കുന്നു എന്ന് പറയണ്ടേ? അങ്ങനെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ പോലും പീലാത്തോസിന് എൻ്റെ രക്ഷിതാവിൻ്റെ മേൽ ഒന്നും ആരോപിക്കാനില്ലായിരുന്നു. അങ്ങനെ ഒരു പവിത്ര ജീവിതം നയിച്ച എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശത്തിൻ്റെ വക്താവായി ഈ രാത്രി ഇവിടെ നിൽക്കാൻ, ആ പൊന്നുകർത്താവിന് ആധരം തുറന്നു സ്തോത്രം പറയാൻ ഭൂമിയിൽ ലഭിച്ച അവസരം ഒരു ഭാഗ്യമാണെന്ന് അറിഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. എൻ്റെ മാന്യ ശ്രോതാക്കളെ, യേശു നിരപരാധി എന്ന് പറഞ്ഞിട്ട്, യേശു യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പീലാത്തോസ് യേശുവിനെ വെറുതെ വിടാതെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു? അതിൻ്റെ മർമ്മം നിങ്ങൾ അറിയണം. അത് പീലാത്തോസിൻ്റെ തീരുമാനമായിരുന്നില്ല, പിന്നെ സ്വർഗീയ കോടതിയുടെ നിർണയമായിരുന്നു. പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ മുഴുമനുഷ്യവർഗത്തിനും പകരം പാപമാക്കിക്കൊണ്ട്, പാപിയായ മനുഷ്യ, നിനക്ക്
നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പാപ പരിഹാര മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് നന്ദി. അല്പം കൂടെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വാക്യത്തിനകത്തൊരു ദൈവശക്തി ഇല്ലേ? എല്ലാവരും ഒരുമിച്ച് ആ വാക്യം ഒന്ന് പറഞ്ഞേ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി നമ്മുടെ കർത്താവിൻ്റെ അടിപ്പിണരാൽ ഹല്ലേലൂയ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് സ്തോത്രം പറയാൻ കഴിയും? പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. 2-3 അടി പൊക്കമുള്ള 2 തൂണുകൾ. ആ തൂണുകളിൽ ഈ 2 ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രക്ഷിതാവിനെ പോലെ അവിടെ വളച്ചു നിർത്തി. 2-3 അടി പൊക്കമുള്ള ആ തൂണുകളിലെ ഇരുമ്പ് വളയങ്ങളോട് ചേർത്ത് യേശുവിൻ്റെ കൈ ബന്ധിച്ചു. എൻ്റെ രക്ഷിതാവിൻ്റെ വളഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ പുറം വിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ. ആ ചാട്ടവാറിൻ്റെ അറ്റത്ത് ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഒക്കെ ഘടിപ്പിക്കാറുണ്ട്. എന്തിന്? അടിക്കുമ്പോൾ അടിയുടെ ആക്കം വർദ്ധിക്കാൻ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികളാണ് അങ്ങനെ അടിക്കുന്നത്. ഒരു പടയാളി ഇവിടെ, മറ്റൊരു പടയാളി അപ്പുറത്തായിട്ട് നിൽക്കുകയാണ്. എൻ്റെ രക്ഷിതാവിൻ്റെ വിരിഞ്ഞ പുറത്തേക്ക് ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ ആഞ്ഞെറിയുകയാണ്. ഈ കൊളുത്തോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ആ പച്ച മാംസത്തിലേക്ക് ഇറങ്ങുന്നു. പടയാളി ആ ചാട്ടവാറ് വലിച്ചു പറിച്ചു പൊക്കിയെടുക്കുകയായിരുന്നില്ല. ആ അടി നടക്കുന്നതിന് 700,000 വർഷങ്ങൾക്ക് പിറകിൽ സങ്കീർത്തനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു: അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു. ദൈവത്തിന് സ്തോത്രം. ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തേക്ക്, ആ മാംസത്തിനകത്തേക്ക് ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഇറങ്ങുമ്പോൾ പടയാളി ആ ചാട്ടവാറ് താഴേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. നീളത്തിൽ ഉഴവ് ചാലുകൾ കീറപ്പെടുന്നത് പോലെ എൻ്റെ രക്ഷിതാവിൻ്റെ മാംസം കീറി മറിച്ച് ആ ചാട്ടവാർ താഴേക്കെത്തി. പടയാളി ആ ചാട്ടവാർ വലിച്ചു മറിച്ചെടുത്തു. പല പ്രാവശ്യത്തെ അടി കഴിയുമ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തെ മാംസം പല സൈഡിലേക്ക് കീറി തൂങ്ങി മറിയുകയാണ്. ആ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിൻ്റെ വിടവുകളിലൂടെ ഒഴുകി ഇറങ്ങി വരുന്ന പരിശുദ്ധ രക്തം കാണാം. ആ രക്തം അവസാനം വന്ന് തളം കെട്ടിക്കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിനകത്താണ്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഉഴുതുമറിയപ്പെട്ട എൻ്റെ രക്ഷിതാവിൻ്റെ, ദൈവത്തിന് സ്തോത്രം, പുറത്തുകൂടെ പാഞ്ഞൊഴുകി പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് തളം കെട്ടിക്കിടന്ന് ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ രക്തത്തിൻ്റെ അകത്ത് എൻ്റെയും നിങ്ങളുടെയും രോഗശാന്തി എൻ്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ രാത്രി ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിച്ചുകൂടാ? ഈ രാത്രി യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമവും തൻ്റെ പുണ്യാഹ രക്തവും ഞാൻ വിളിച്ചു പറയുമ്പോൾ ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാതെ തന്നെ ദൈവത്തിൻ്റെ വചനമയച്ച് കർത്താവ് ഈ രാത്രി നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഈ രാത്രി എൻ്റെ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ രോഗാത്മാവായി കുടിയിരിക്കുന്ന പൈശാചിക ദുർവ്യാപാര ശക്തികളുണ്ടെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി കൽപ്പിക്കുന്നു. ആ പൈശാചിക രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരം പൂട്ടിയിരിക്കാതെ അധരം തുറന്ന് ആ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. നമ്മുടെ സന്ധി മജ്ജകളിൽ, മാംസപേശികളിൽ, രക്തധമനികളിൽ, ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സത്യ ദൈവവും നിത്യ ജീവനുമായ നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, അത്ഭുത രോഗശാന്തികൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണ് കെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീതിയിലൂടെ വീണ്ടും എണീറ്റും വീണ്ടും നടന്നു നീങ്ങി. തലയോടിടമെന്ന ഗോൽഗോത്താ മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് എൻ്റെ അരുമനാഥൻ സ്വന്തം തോളോട് തല ചായ്ച്ചു വെച്ച് പ്രാണനെ വെടിയും അളവിൽ അവസാനം മുഴു ലോകത്തോടും ഇങ്ങനെ പറഞ്ഞത്. എന്താ യേശു ക്രിസ്തു അവസാനം പറഞ്ഞത്? ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല. പിന്നെന്താ യേശു പറഞ്ഞത്? സകലവും നിവർത്തിയായി. മാനവവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതെല്ലാം ഞാനിതാ നിവർത്തിച്ചിരിക്കുന്നു. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. എന്തിന് പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായി. അതാ യേശു പറഞ്ഞത്, നിവർത്തിയായി. ഞാൻ എന്തിനാണോ വന്നത് ഞാനത് പൂർത്തീകരിച്ചു. ക്രിസ്തു യേശു, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. ആ രക്ഷ ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറയുന്നത് പാപപരിഹാരം വരുത്തിയ ശേഷം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? യേശു ക്രിസ്തു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നെന്ന് ആര് ഹൃദയംഗമമായി അംഗീകരിക്കുന്നോ അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത മുഖാന്തരം ഉണ്ടായ അനുഗ്രഹമാണ് നീതീകരണം. അങ്ങനെ നീതീകരിക്കപ്പെട്ടവർ എത്ര പേർക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ നന്ദി പറഞ്ഞ് പ്രതികരിക്കാൻ കഴിയും? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറ. യേശു ക്രിസ്തു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായത് പാപപരിഹാരം വരുത്താനാണ്. യേശു തൻ്റെ മരണം മൂലം പാപപരിഹാരം വരുത്തി. അത് ഹൃദയംഗമമായി വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം മൂലം ദൈവം തരുന്ന അനുഗ്രഹമാണ് നീതീകരണം. ആ നീതീകരണം കിട്ടിയ ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവ് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. 2, ഇന്ന് യേശു ക്രിസ്തു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എവിടെ? അത്യുന്നത ദൈവസന്നിധിയിൽ. ആർക്കു വേണ്ടി പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു? എല്ലാവർക്കും വേണ്ടിയല്ല,
എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ പിതൃസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ, പക്ഷവാദം ചെയ്യുവാൻ ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പും ബോധ്യവും നമുക്കുള്ളത് കൊണ്ടാണ് മറ്റാരുടെയും വക്കാലത്തേറ്റെടുക്കാത്തത്. ഒരു നല്ല ആമേനെന്ന് പറ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ, ദൈവത്തിങ്കിൽ നിന്നൊരു കാര്യം സാധിക്കാൻ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. KJ തോമസ് കൈ നീട്ട് പറയുന്നതല്ലത്. തിരുവെഴുത്ത് പറയുന്നു, ദൈവം ഒരുവനല്ലോ. അടുത്തത് അസന്നിഗ്ധമാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ. ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്തു പറ. മറ്റൊരുവനില്ല, ഒരുവൻ. മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തുവല്ല യാതൊരു മധ്യസ്ഥനില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാൽ നമുക്ക് നീതീകരണം കിട്ടി. ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 3, ഇനി യേശു പ്രത്യക്ഷനാകും. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്ന, പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി അവൻ പ്രത്യക്ഷനാകും. യേശു ഒരിക്കൽ പ്രത്യക്ഷനായപ്പോൾ എനിക്ക് നീതീകരണം കിട്ടിയെങ്കിൽ ഇന്ന് യേശു പിതൃസന്നിധിയിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി യേശു പ്രത്യക്ഷനാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റോമാലേഖനം 8:18, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കു വിളിച്ചത്. എന്തിനു രക്ഷിക്കപ്പെടണം? ദൈവത്തിന് സ്തോത്രം. പവിത്രമായ സുവിശേഷ പ്രഭാഷണ വേദികളിൽ മുഴങ്ങണ്ട ദൈവിക അരുളപ്പാടെന്ത്? രക്ഷിക്കപ്പെട്ടവൻ പ്രതിസന്ധിയുടെ നടുവിൽ വച്ചകാല് പിറകോട്ട് വയ്ക്കാതെ ഇരുമ്പ് തൂമണ് പോലെ, താമ്ര മതിൽ പോലെ നിൽക്കണം. എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? രക്ഷിക്കപ്പെട്ടവർ എന്തിനു നിൽക്കണം? എന്തിന് രക്ഷയുടെ സന്ദേശം പറയണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മിലൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഏത് മഹത്വം വെളിപ്പെടാനുണ്ട്? നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ പാസ്റ്ററോട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്തതൊന്ന് സ്തോത്രം ചെയ്തു പറ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകോ. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3:20-21 വാക്യങ്ങൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
സ്തോത്രം ചെയ്ത് പറയാം, മനുഷ്യരും പിശാചും നിങ്ങളുടെ ദോഷത്തിനും നിങ്ങളുടെ തകർച്ചയ്ക്കും നിങ്ങളുടെ നാശത്തിനും ചിന്തിക്കുന്നതും കരുതുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ നന്മയ്ക്കാക്കി മാറ്റാൻ, നിന്റെ അനുഗ്രഹത്തിനാക്കി മാറ്റാൻ ഇന്ന് രാത്രി ഉയരത്തിലൊരു ദൈവമുണ്ടെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്തു പറ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇനി കല്ലുണ്ടെന്നിരിക്കട്ടെ, പടയാളികൾ കാവൽ നിൽക്കുന്നിരിക്കട്ടെ, യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേക്കാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റണോ? വേണ്ട. കാരണം ഉയർത്തെഴുന്നേറ്റ് വരാൻ അതൊന്നും ഒരു തടസ്സമല്ല. പോലും വെളിയിൽ കേൾക്കാതെ അത്ര ബന്ധവസാക്കി ശിഷ്യന്മാർ അകത്തിരിക്കെ എൻ്റെ രക്ഷിതാവ് അവരുടെ അടുത്ത് വന്നില്ലേ? അവരോട് സമാധാനമെന്ന് പറഞ്ഞില്ലേ? ആ പൊന്നു കർത്താവിൻ്റെ കല്ലറയുടെ പുറത്ത് വരാൻ മാറ്റണോ? വേണ്ട. പിന്നെ എന്തിനാ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി ദൂതൻ മാറ്റിയത്? അതിനേക്കാൾ എനിക്ക് ത്രസിപ്പിച്ചൊരു ചിന്ത, ദൂതൻ വന്ന് കല്ലിന് മുകളിൽ കുത്തിയിരുന്നു. മടിയൻ ദൂതൻ സ്വർഗത്തിലോട്ട് ചെന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക ആണോ? സമയം കൊല്ലാനാണോ കല്ലിന് മുകളിൽ കുത്തിയിരിക്കുന്നത്? ഇല്ല. ഈ ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് തിരിച്ചു പോയാൽ പടയാളികൾ നാണക്കേട് ഒഴിവാക്കാൻ കല്ല് തിരിച്ചുരുട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മറിയേ, നിനക്ക് വേണ്ടി തമ്പുരാൻ ഉരുട്ടി മാറ്റിയ കല്ല് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാൻ സ്വർഗം തൻ്റെ ദൂതനെ അവിടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കുക മാത്രമല്ല, എൻ്റെ തമ്പുരാനാൽ തുറന്നതൊന്നും ആരും അടയ്ക്കാതെ അതിനെ കാക്കാനും വിശ്വസ്തനാണെന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ അധരം തുറന്ന കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്കൾക്കോ താങ്കളുടെ തലമുറയ്ക്കോ മിനിസ്ട്രിക്കോ വേണ്ടി ദൈവം തുറന്ന ഏതെങ്കിലും ഉറവകളെ മൂടിക്കളയാൻ, വാതിലുകളെ കൊട്ടിയടയ്ക്കാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ ശക്തിയാൽ ആ പൈശാചിക ശക്തികൾ ഈ രാത്രി കീഴടങ്ങട്ടെ. കർത്താവ് നമുക്ക് അതിന് കൃപ തരട്ടെ. വിശ്വാസത്താൽ ആമേൻ പറയുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് പുറത്ത് വരാനല്ല കല്ലുരുട്ടി മാറ്റിയത്. പിന്നെ എന്തിനാ? പടയാളികളെ കൊണ്ട് കല്ല് തിരിച്ചുരുട്ടിക്കാതെ ദൂതനെ കല്ലിന് മുകളിൽ ഇരുത്തിയതും വെറുതെ അല്ല. കല്ലുരുട്ടി മാറ്റിയതും മറ്റാരും തിരിച്ചുരുട്ടാതെ ദൂതനെ ഇരുത്തിയതും ഇന്നു വരെ ആ കല്ലറ തുറന്നു വച്ചിരിക്കുന്നതും ലോകത്തിനൊരു സാക്ഷ്യത്തിനാ. എന്ത് സാക്ഷ്യത്തിന്? യേശു ഉയർത്തു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, അതൊരു സത്യമാണെന്ന് മുഴുലോകത്തിനും എക്കാലവും ഒരു സാക്ഷ്യമായി ആ കല്ലറ സർവശക്തൻ തുറന്നു വച്ചിരിക്കുന്നെങ്കിൽ, കൃപയുള്ള ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ. യേശു ഉയർത്തെഴുന്നേറ്റു. അത് നിത്യ സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. സോദര സോദര അങ്ങനെയാണെങ്കിൽ അടുത്തത് കേട്ടോണേ. അടുത്തൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 1 കൊരിന്ത്യർ ലേഖനം വായിക്കണം, 15 അധ്യായം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. എന്ത് ഈ വല്ലപ്പോഴൊക്കെ അതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞ്. 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായം, റോമാ ലേഖനം 8 അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം, 1 യോഹന്നാൻ 3, അതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ വന്ന് അതൊക്കെ വായിക്കുന്ന ഇപ്പം നമുക്കൊരു പേടിയാണ്. ഇപ്പം നമുക്ക് ആകെപ്പാടെ സന്തോഷം, സിംഹത്തിന്മേലും അണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ. ഇതൊക്കെ വായിക്കുമ്പോഴേ നമുക്കൊരു ഉത്സാഹമുള്ളൂ. അതൊക്കെ വായിക്കുമ്പോഴും ഒരു സന്തോഷം വരണം. കാരണം അതൊക്കെ നമ്മുടെ നിത്യതയുടെ തീരാധാരമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം
മരിച്ചവരോട് ഉയർത്തെഴുന്നേൽപ്പെന്ന വിഷയത്തെ പൗലോസ് ഇങ്ങനെ അവതരിപ്പിച്ച് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പൗലോസ് പറയുകയാണ്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ആ രണ്ട് പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ആദ്യ ഫലം ക്രിസ്തു. ആദ്യ ഫലം ക്രിസ്തു എന്ന് പൗലോസ് അവിടെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദ ചരിത്രകാരനായ ജോസിഫസ് മനോഹരമായി ആ ആദ്യഫലക്കറ്റയുടെ ഒരു നിർവചനം തന്നിട്ടുണ്ട്. യഹൂദൻ്റെ 7 പെരുന്നാൾ, അതിലൊരു പെരുന്നാളാണ് ആദ്യഫലക്കറ്റ പെരുന്നാൾ. ആദ്യഫലക്കറ്റ പെരുന്നാളിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് പുരോഹിതനും ജനവും കൂടെ വയലിലേക്ക് വരുന്നു. സന്ധ്യയായോ സന്ധ്യയായോ സൂര്യനസ്തമിച്ചോ എന്ന് ചോദിക്കുന്നു. സന്ധ്യയായി സൂര്യനസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആ വയലിൽ നിന്ന് ആദ്യഫലക്കറ്റ കൊയ്തെടുക്കുന്നു. കൊയ്തെടുക്കപ്പെട്ട ആദ്യഫലക്കറ്റ ദൈവാലയത്തിൽ മഹാപുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. മഹാപുരോഹിതൻ ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുമ്പിൽ വയ്ക്കുന്നു. 3-ാമത്തെ ദിവസം ആ കറ്റയെടുത്ത് ഉയർത്തി വീശുന്നു. അതിന് പറയുന്ന പേരാണ് നീരാജനം ചെയ്യുക. അതാ പൗലോസ് പറയുന്നത് ആദ്യ ഫലം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് ക്രിസ്തു. യഹൂദൻ്റെ വയലിൽ നിന്ന് ആദ്യഫലക്കറ്റ കൊയ്തെടുക്കപ്പെടുന്നത് പോലെ മാനവവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് യേശു ക്രൂശിൽ മരിച്ചു. 3 ദിവസം ആ കറ്റ തിരശീലയുടെ മുമ്പിൽ വയ്ക്കുന്നത് പോലെ യോസേപ്പിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചു. 3-ാമത്തെ ദിവസം ആ കറ്റയെടുത്ത് ഉയർത്തി വീശുന്നത് പോലെ അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ പുതുപുത്തൻ കല്ലറ അദ്ദേഹത്തിന് തന്നെ തിരികെ കൊടുത്തുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് നമ്മുടെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റോ. അതാണ് പൗലോസ് പറയുക, ആദ്യ ഫലം ക്രിസ്തു. അടുത്തത് ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അവിടെ ആ നീരാജനം ചെയ്യപ്പെട്ട ആദ്യഫലക്കറ്റയുണ്ടല്ലോ, അതൊരു സന്ദേശം പറയുന്നുണ്ട്. എന്താ സന്ദേശം എന്നറിയാമോ? ഞാൻ മാത്രമേ ആ വയലിൽ നിന്ന് കൊയ്തെടുക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ കൊയ്തെടുക്കപ്പെട്ട വയലിൽ മറ്റൊരു കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. താൻ കൊയ്തെടുക്കപ്പെട്ട വയലിൽ മറ്റൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു, മുന്നോടിയായിരുന്നു അവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യഫലക്കറ്റയെങ്കിൽ പൗലോസ് പറയുകയാണ്, ഉയർത്ത കർത്താവും ഒരു മുന്നോടിയാണ്, ഒരു സൂചനയാണ്. എന്തിൻ്റെ സൂചന? എന്തിൻ്റെ മുന്നോടി? എൻ്റെ രക്ഷിതാവ് ഉയർത്ത മണ്ണിൽ താൻ ഉയർത്തെഴുന്നേറ്റതുപോലെ മറ്റൊരു ഉയർപ്പ് നടക്കാൻ പോകുകയാണ്. ആരുടെ ഉയർപ്പ്? എപ്പോൾ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. അവരോടൊരുമിച്ച് നാം യേശു കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടാൻ പോകുന്നു. ആ ഉറപ്പുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, നാം അക്ഷയരായി മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടും. എത്ര പേർക്ക് ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തു മടങ്ങി വരും. പോരാ, എല്ലാവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിടുന്നു പറ. സുവിശേഷ യോഗത്തിന്റെ 2-ാമത്തെ രാത്രി പറ. ആശങ്കയില്ലാതെ, അല്ല അർത്ഥശങ്കക്കിടയില്ലാതെ 100% ഉത്തമ ബോധ്യത്തോടെ ഞങ്ങളുടെ വിശ്വാസത്താൽ ഏറ്റു പറയുന്നു, യേശു ക്രിസ്തു മടങ്ങി വരും. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേർ ആയുസ്സ് തികഞ്ഞ് നമുക്ക് മുമ്പ് നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. അമൃത ശരീരങ്ങൾ കല്ലറയിൽ, സെമിത്തേരിയിൽ, കുഴിമാടത്തിൽ കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരുടെ കൈവെള്ളക്കകത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തളർന്ന് വീണ് ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പുറത്തേക്കൊരു പരിധി വിട്ട്
വരാതിരിക്കാൻ പെടാപാടുപെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായ സെമിത്തേരിക്ക് പുറത്തേക്ക് വരുമ്പോൾ നിറകണ്ണുകളോടെ പറഞ്ഞില്ലേ, യേശു മടങ്ങി വരും, മരിച്ച വിശുദ്ധർ ഉയർക്കും, അന്നു വീണ്ടും കാണാം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇനി അധിക സമയം അതിനില്ല. അത് സംഭവിക്കാൻ പോകുകയാ. നിറകണ്ണുകളോടെ നമ്മൾ പറഞ്ഞത് സംഭവിക്കാൻ പോകുകയാ. കാലത്തിൻ്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിൻ്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ആനുകാലിക സംഭവങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്ത ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയും, യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പോകാൻ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഞാൻ ഈ ദിവസങ്ങളിൽ കലർപ്പില്ലാതെ അങ്ങ് സുവിശേഷം പറയുക. ഒരു നല്ല ആമേൻ പറ. ഇപ്പോൾ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഇത് പറയും? ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത് സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ളൊരു ആത്മാവിനെയാണെങ്കിൽ, യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും നിത്യരക്ഷയ്ക്കുമാണ് ക്രൂശിൽ മരിച്ചതെങ്കിൽ, ആ സത്യം ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ട നാം അത് പറഞ്ഞില്ലെങ്കിൽ ദൈവമുമ്പാകെ കണക്ക് പറയേണ്ടുന്നൊരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് നിർമ്മിത കഥകളല്ല, ദൈവത്തിന് സ്തോത്രം, മറ്റൊന്നുമല്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെ, മടങ്ങി വരുന്ന യേശുവിനെ, ലോകരക്ഷിതാവിനെ ഉയർത്താൻ അവസരം തരണമെന്ന് സ്തോത്രത്തോടെ പറയുന്ന എത്ര പേര് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? പ്രിയരെ, രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടെ ഞാൻ ലളിതമായി പറഞ്ഞോട്ടെ. നിറകണ്ണുകളോടും തൊഴുകയോടും, യേശുവേ, അങ്ങീ മണ്ണിൽ മനുഷ്യനായി വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണെന്ന് പരപ്രേരണ കൂടാതെയും, ഒന്ന് സ്തോത്രം പറയാവോ? ഏതെങ്കിലും കാര്യസാധ്യത്തിനുള്ളൊരു ഒറ്റമൂലിയുമാകാതെ ഹൃദയംഗമമായി യേശുവിനായി നിങ്ങളെ സമർപ്പിക്കുന്ന സമർപ്പണത്തിന് പറയുന്ന പേരാണ് രക്ഷാ നിർണയം. കൃപയാലത് പ്രാപിക്കാൻ ദൈവം ഭാഗ്യം തന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? വിശ്വാസ സ്നാനം ഒരു സത്യമാണ്. നിങ്ങൾ ആ വിശ്വാസ സ്നാനം അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. അപ്പോസ്തോലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കണം. അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. കൃപയിലേക്ക് വന്നവരോട് വളരെ വേഗത്തിലൊരു വാക്യം വായിച്ച് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചോളാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതിയാകും. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. അടുത്തൊന്ന് സ്തോത്രം ചെയ്തോണേ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്,
അധികം അടുത്തിരിക്കുന്നു. ഏതാണ് രക്ഷ? അന്ത്യകാല രക്ഷയാണ്. ഏതാണ് അന്ത്യകാല രക്ഷ? നമ്മുടെ തേജസ്കരണമാണ്, നമ്മുടെ മഹത്വീകരണമാണ്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. ഒരുമിച്ചൊന്ന് പറഞ്ഞ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ, നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ അത് സംഭവിക്കും. യേശു മടങ്ങി വരും. മരിച്ച വിശുദ്ധർ ഉയർക്കും. നാം രൂപാന്തരപ്പെടും. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. യേശു വരുന്നു എന്നർത്ഥം. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അർത്ഥം എന്നാ? ഒളിച്ചും പാത്തും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സമൂഹം അതറിയാനും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്നാ? രാത്രിയുടെ പ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? സമൂഹത്തിനും വചനത്തിനും ദൈവത്തിനും നിരക്കാത്തത് കാണല്ല് എന്ന് സ്തോത്രം പറഞ്ഞ്, കേൾക്കല്ല്, പറയല്ല്, തൊടല്ല്, ചെയ്യല്ല്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളക എന്ന് പറഞ്ഞാൽ, വിശ്വാസിയെ, നമ്മുടെ ജീവിതം തുറന്ന പുസ്തകമാകണം. രഹസ്യ പാപങ്ങൾ പാടില്ല. രഹസ്യ ജീവിതത്തിൽ വീഴ്ചകൾ പാടില്ല. അതരം തുറന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. നാം വിശ്വസിച്ച രക്ഷ അധികം നമുക്ക് അടുത്തു. അതുകൊണ്ട് പകൽ സമയത്തെന്ന പോലെ രണ്ട് പ്രസംഗം വേണോ? പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിണക്കത്തിലും, ഒന്ന് സ്തോത്രം പറഞ്ഞ്, അസൂയയിലുമല്ല. മറ്റതൊക്കെ മാരക പാവ. പക്ഷെ ആ മാരക പാവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇതും. മനസ്സിലാകുന്നുണ്ടോ? പിണക്കം പാടില്ല കേട്ടോ, അസൂയ പാടില്ല കേട്ടോ. കോപവും വൈരാഗ്യവും പകയും പിണക്കും അസൂയയും ഇതെല്ലാം വച്ച് കാഹളം കേൾക്കുമെന്ന് പ്രതീക്ഷിക്കരുത്, ഉയർക്കുമെന്ന് ചിന്തിക്കരുത്. പ്രിയരെ, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് നിത്യതയ്ക്കായി ഒരുങ്ങാനാ. യേശു മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ഒരു ജയ ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഒന്നുകിൽ നമ്മുടെ ആയുസ് തികയും, നാം ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷേ കാഹളം ധ്വനിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. ഒന്നാം നൂറ്റാണ്ടിൽ അവയവങ്ങൾ പല കഷണങ്ങളായി മുറിച്ച് വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് ഇഞ്ചിഞ്ചായി ദൈവമക്കളെ കൊല്ലുക. പെട്ടെന്ന് അങ്ങ് തലവെട്ടി കൊല്ലുകയല്ല, ശരീരത്തിലെ ഓരോ അവയവങ്ങൾ മുറിച്ച് മാറ്റി വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അവയത് ഭക്ഷിച്ച് ഇവർ ഇഞ്ചിഞ്ചായി മരിക്കുക, അതിവേദന കൊണ്ട് മരിക്കുക.
അവരെക്കുറിച്ച് എബ്രായ ലേഖകൻ പറയാണ്, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ശരീരത്തിലെ ഓരോ അവയവങ്ങളും പച്ചയ്ക്ക് മുറിച്ചു മാറ്റി വന്യമൃഗങ്ങൾക്ക് അത് ഇട്ടുകൊടുത്ത് വന്യമൃഗങ്ങൾ ആ മാംസം കടിച്ച് കീറുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ അവശേഷിച്ച് രക്തം ചീറ്റിത്തെറിച്ച് അതിവേദനയിൽ മരണവുമായി മൽപ്പിടുത്തം നടത്തുമ്പോഴും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഭക്തരെങ്ങനെയാണ് പിടിച്ചു നിന്നെന്നറിയാമോ? എൻ്റെ അവയവങ്ങൾ ദൈവത്തിന് സ്തോത്രം കഷണങ്ങളായി വെട്ടിമുറിച്ച് വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താലും സാരമില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നകന്നാലും ഒരു നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ക്രിസ്തീയ ജീവിതം അതാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം അതാണ്. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അല്ല, ഏറ്റവും ഭാഗ്യവശാൽ നാം ജീവനോടിരിക്കുമ്പോഴാ കർത്താവ് വരുന്നതെങ്കിൽ ഒരു രൂപാന്തരമുണ്ട്. എത്ര ഭാഗ്യമായത്! ഇതല്ലേ ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് ഉറപ്പുള്ളവർ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ സമയത്ത് കൊയറൊരു ഗാനത്തിന്റെ ഈരടികൾ ചേർന്ന് പാടും. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും രൂപാന്തരം പ്രാപിക്കും രൂപാന്തരം പ്രാപിക്കും
പ്രാപിക്കുമവർ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ യാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറക്കുള്ളിൽ കടക്കുമമ്മ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക് കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിരുന്നു സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിരുന്നു എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ആകാശത്തെ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ആകാശത്തെ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം നമ്മുടെ കണ്ണുകളുടെ കഥയിൽ ഒരു നിമിഷം അടയ്ക്കുക. നമ്മുടെ ഹൃദയങ്ങൾ ദൈവമുമ്പാകെ ഏകാഗ്രമാക്കുക. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. അന്ത്യകാല രക്ഷ, ജീവനുള്ള പ്രത്യാശ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും മരിച്ചവരുടെ ഉയർപ്പും നമ്മുടെ രൂപാന്തരവുമാണ്. അതെത്രയും വേഗം സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ, എനിക്ക് ഏറ്റവും വിലയേറിയത് എൻ്റെ നിത്യതയാണ്, എൻ്റെ കർത്താവിൻ്റെ വരവാണ്, അതിനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ഇന്ന് രാത്രി നിത്യതയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനെ തന്നതുകൊണ്ടും നന്ദി. യേശുവെ, ജീവനെ വെച്ച് തന്നതിനാൽ, ഇത്ര വലിയ രക്ഷ തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസംഭവങ്ങളെല്ലാം ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരുന്നു, എത്രയും വേഗം ഞങ്ങളുടെ കർത്താവ് വരും എന്ന് ഞങ്ങൾക്ക് സൂചന തരുന്നു. യേശുവേ, അങ്ങയുടെ വരവിനായി ഒരുങ്ങാൻ, നിത്യതയുടെ പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കരമുയർത്തിയവരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസൻ, തൻ്റെ കുടുംബം, അദ്ദേഹത്തിന് ഇവിടുത്തെ മിനിസ്ട്രി, ഈ സഭ, ദൈവമക്കൾ, സംഗീത ശുശ്രൂഷ നിർവഹിച്ച അങ്ങയുടെ ദാസിദാസന്മാർ, പ്രിയ സ്റ്റീഫൻ പാസ്റ്റർ, ഈ പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ച് ശുശ്രൂഷിക്കാൻ അവസരം തന്ന ബഹുമാന്യനായ കർത്തൃദാസനും കുടുംബത്തിനും ദൈവസഭയ്ക്കും നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.